ഫ്രണ്ട്സ്, നമ്മുടെ രുചികരമായ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ശരിക്കുള്ള കട്ട്ലേറ്റ് പോലെ തന്നെ ഇരിക്കുന്ന നല്ല ചക്കക്കുരു കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ കട്ട്ലേറ്റാണ്. നിങ്ങളെല്ലാവരും ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കണം, ഇത് കഴിക്കണം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചക്കക്കുരു ഉപയോഗിച്ച് ഒരു കട്ട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചക്കക്കുരു തൊണ്ടെല്ലാം കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചക്കക്കുരു ഞാൻ തൊലി പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ചക്കക്കുരു ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ ഞാൻ ചക്കക്കുരു അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് വേപ്പില, ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ പെരുംജീരകം, കുരുമുളക്, 2 ഗ്രാമ്പു, ഇത്തിരി പട്ട ഒക്കെ കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇത് കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ്, ഞാൻ മസാലയിൽ ചതച്ചുകൊണ്ടാണ് ഈ കളർ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എരിവ് വേണ്ടവർ കൂടുതൽ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക, കൂടുതൽ കുരുമുളക് ചേർക്കുക. പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിടുന്നത് വളരെ നന്നായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ചക്കക്കുരു ഉപ്പിട്ടാണ് വേവിച്ചത്. ഈ പൊടിക്കുള്ള ഉപ്പ് മതിയാവും. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാനായിട്ട് നോക്കാം. നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒരല്പം ഉപ്പ് ചേർത്ത് അടിച്ചെടുക്കാം. ഞാനിവിടെ മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് ഉരുട്ടിയെടുക്കാം. കയ്യിലൊരൽപ്പം എണ്ണ തടവിയ ശേഷം നമുക്ക് കുറേശ്ശെയായിട്ടിത് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതിയാവും. ഇനി ഇത് ബ്രെഡ് ക്രംസിലിട്ട് ഇതുപോലെ നമുക്കെല്ലാം പരത്തിയെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം നമ്മൾ ഈ ഒരു രീതിയിൽ റൗണ്ടിലെടുത്ത് നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് ചക്കക്കുരുവൊക്കെ വെച്ചുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് നല്ല രുചിയാണ്.
നല്ല മണവും നല്ല രുചിയൊക്കെയാണ്. നമ്മുടെ ചക്കക്കുരു കട്ട്ലറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, നമ്മുടെ രുചികരമായ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ശരിക്കുള്ള കട്ട്ലേറ്റ് പോലെ തന്നെ ഇരിക്കുന്ന നല്ല ചക്കക്കുരു കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. സൂപ്പർ കട്ട്ലേറ്റാണ്. നിങ്ങളെല്ലാവരും ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കണം, ഇത് കഴിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.